ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SSLC സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇരിക്കും, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്ന് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടാൻ പോകുന്ന +2 സർട്ടിഫിക്കറ്റ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും, ആ ഒരു പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് അവസാനം കിട്ടുന്ന ഒരു റിവാർഡ് സാധനമാണ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഗവൺമെന്റ് ഓഫ് കേരളയുടെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അവരുടെ നമ്പർ, അവരുടെ പേര് തന്നെ ഏറ്റവും മുകളിലായിട്ട് കാണും. ദെൻ പാസ്ഡ് ഓർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടാകും. നിങ്ങൾ എല്ലാ വിഷയത്തിനും പാസ്സാണെങ്കിൽ പാസ്ഡ് ആൻഡ് എലിജിബിൾ ആയിരിക്കും. ദെൻ കാൻഡിഡേറ്റ്സ് നെയിം, ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ട്രീം, നിങ്ങൾ ഏത് സ്ട്രീമാണോ എടുത്തത്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. ദെൻ ആ പരീക്ഷ നടന്ന മന്ത് ആൻഡ് ഇയർ ആണ്. ദെൻ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നമ്പർ ഓഫ് ചാൻസസും ഉണ്ടാകും. പ്രധാനപ്പെട്ട പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒപ്പുവെക്കുന്നത് നമ്മുടെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷന്റെ സെക്രട്ടറി ആണ്. ദെൻ നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പലിന്റെ സീലും ഒപ്പും സിഗ്നേച്ചറും ഉണ്ടാകും. ദെൻ ആ സ്കൂളിന്റെ സീലും ഉണ്ടാകും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. SSLCയിൽ നിങ്ങൾ കണ്ടത് ഗ്രേഡിംഗ് ആണ്, പക്ഷേ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് മാർക്കിംഗ് ആണ്. +2ന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ +1ന്റെ മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സോ ഫസ്റ്റ് കോളത്തിലെ സബ്ജക്ട്സ് ആണ്. അടുത്തത് ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും സെപ്പറേറ്റ് അവർ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഓരോ വിഷയം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ CE മാർക്ക് എത്ര, ടെർമിനൽ എക്സാമിനേഷൻ TE അതിന് എത്ര, അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ടോട്ടലിലേക്ക് പോകും. അതുപോലെ സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയറിൽ CET ഉണ്ട്, സെക്കൻഡ് ഇയറിൽ CET ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് PEയും കൂടിയുണ്ട്. PE പലരും ചോദിക്കുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റിനും ഇല്ല, പ്രാക്ടിക്കൽ എക്സാം ആണ്. സയൻസ് സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കും ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രാൻഡ് ടോട്ടലിലേറ്റ് ആണ്. ഗ്രാൻഡ് ടോട്ടൽ കഴിഞ്ഞിട്ട് ഗ്രേഡ് ഒബ്റ്റൈൻഡ് ആണ്. ആ ടോട്ടൽ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയത്, ദെൻ ഗ്രേഡ് ഇൻ വേർഡ്സ്. എന്നിട്ട് അവസാനം അവർ ഫൈനൽ സ്കോർ ഇൻ ഫിഗേഴ്സ്, എല്ലാ സ്കോറും കൂടി കൂട്ടിയിട്ട് അവർ വേർഡ്സിലും എഴുതും, ഫിഗറിലും എഴുതും എന്നുള്ളതാണ്. ദെൻ ഡേറ്റ് ഓഫ് റിസൾട്ടും അതിലുണ്ടാകും. അപ്പോൾ ഇതിൽ D+ ഗ്രേഡാണ് അറ്റ്ലീസ്റ്റ് എന്ത് വേണ്ടത്, ഹയർ സ്റ്റഡീസിന് എലിജിബിൾ മീൻസ് പാസ് മാർക്ക് എന്ന് പറയുന്നത് D+ഉം അതിന് കൂടുതലുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നിങ്ങൾ ഇത് കയ്യിൽ കിട്ടാൻ ഭയങ്കര ത്രിൽഡായിട്ട് ഇരിക്കുകയാണോ, എന്താണ് നിങ്ങളുടെ ഒരു മെന്റൽ സ്റ്റേറ്റ്, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.